എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം. ഇതാണ് വിയറ്റ്നാമീസ് പുതിന. അപ്പൊ വിയറ്റ്നാമീസ് പുതിനനെ വിയറ്റ്നാമീസ് കൊറിയാൻഡർ റൗറാം എന്ന പേരിലൊക്കെ അറിയപ്പെടും. നമ്മുടെ നാട്ടിലൊന്നും അധികം കാണാത്ത ഒരു ചെടിയാണ് വിയറ്റ്നാമീസ് പുതിന എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇതൊരു പുതിനയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ചെടിയൊന്നല്ല, എന്നാൽ ആ പുതിനയുടെയും ഒരു മല്ലിയിലയുടെയും കുരുമുളകിന്റെ ഒക്കെ ടേസ്റ്റ് ആണ് ഈ ഇലകൾക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് കറികളിലൊക്കെ ഉപയോഗിക്കാം, സാൻഡ്വിച്ച് അതേപോലെ സൂപ്പിലൊക്കെ ഉപയോഗിക്കാം. പിന്നെന്ന് വെച്ചാൽ ഇതിന്റെ തണ്ടുകളൊക്കെ കണ്ടില്ലേ? തണ്ടുകളൊക്കെ ഇതേപോലെയാണ് ഇരിക്കണ കേട്ടോ. നല്ല നീളത്തിലുള്ള ഇലകളാണ്. തണ്ടുകൾക്ക് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കണ്ട. ഇതേപോലെ പച്ചക്കളറും ബ്രൗൺ കളറൊക്കെ കൂടി ഇതേപോലെ ചങ്ങല പോലെ ഇരിക്കണ ഇതാണ് ഇതിന്റെ തണ്ടുകള്. നമുക്ക് എളുപ്പത്തിൽ നട്ടു വളർത്താൻ പറ്റിയതാണ് ഇത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളത്തിലും വളർത്താം, മണ്ണിലും വളർത്താം. നമുക്ക് വെള്ളത്തിലൊക്കെ ബ്രഹ്മിയൊക്കെ വളർത്തണ പോലെ വളർത്താൻ പറ്റിയ ചെടിയാണ്. നമ്മ തണ്ട് മുറിച്ചിട്ടാണ് നമ്മ പുതിയ തൈകളൊക്കെ ഉണ്ടാക്കണത്. അപ്പൊ വിയറ്റ്നാമീസ് പുതിനില്ലേ കറികളിലൊക്കെ ചേർത്തതിനാ ഭയങ്കര ടേസ്റ്റ് ആണ്. നമുക്ക് ചിക്കൻ കറി, ബീഫ് കറി, മീൻ കറിയിൽ എല്ലാത്തിലും നമുക്ക് ചേർക്കാം. അതേപോലെ നമുക്ക് സലാഡായിട്ട് ഉപയോഗിക്കാം. നമുക്ക് വേണ്ട പച്ചക്കനെ കഴിക്കാനൊക്കെ ഇതൊന്നും നമുക്ക് കഴിച്ചു നോക്കാട്ടാ. ഭയങ്കര എരിവും ഭയങ്കര പുതിന നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് വെറുതെ ഇതേപോലെ ഇല പറിച്ച് നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്. അതാണ് ഞാൻ പറഞ്ഞ സലാഡിലൊക്കെ ചേർത്ത് കൊടുക്കാന്ന്. നല്ല ഒരു കുരുമുളകിന്റെ ഒക്കെ ഭയങ്കര എരിവൊക്കെയാണ് ഈ ഇലകൾക്ക്. അപ്പൊ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാന്ന് പറഞ്ഞാൽ ഈ വിയറ്റ്നാമീസ് പുതിന. അപ്പൊ നമുക്കിപ്പോ സാധാരണ പുതിന ഉപയോഗിക്കണ പോലെ തന്നെ പനി, ജലദോഷം, കഫക്കെട്ടിനൊക്കെ അത്യുത്തമം ഉണ്ടാവും. അതേപോലെ തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്, മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ്, ഈ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പൊ നമുക്ക് നല്ലൊരു വീട്ടിൽ വെച്ചു പിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണ് ഈ വിയറ്റ്നാമീസ് പുതിന എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നമുക്കിത് നട്ട് വളർത്താനും ഭയങ്കര എളുപ്പമാണ്. നമുക്ക് വലിയ പരിചരണം വേണ്ട, വലിയ കീടങ്ങളുടെ ശല്യങ്ങളും ഒന്നും ഇല്ലാത്തതാണ്. കാരണം ഇതിന്റെ അരികത്തേക്ക് വരുമ്പോ തന്നെ ഭയങ്കര ഒരു സ്മെല്ലാണ്. കുരുമുളകിന്റെ ഒക്കെ ആയിട്ട് നല്ലൊരു സ്മെല്ലാണ് ഇതിന് അതുകൊണ്ട് തന്നെ യാതൊരുവിധ കീടങ്ങളൊന്നും ഇതിൽ വരൂല. അപ്പൊ നമുക്ക് ഞാൻ പറയല സലാഡായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നമുക്ക് ഇതേപോലെ ചെടിച്ചട്ടിയില്, ഗ്രോ ബാഗില്, ഹാങ്ങിങ് ബോട്ടില്, അതേപോലെ വെള്ളത്തിലും വളരണ ഒരു ചെടി തന്നെയാണുള്ളത്. എളുപ്പത്തിൽ യാതൊരു വളപ്രയോഗത്തിന്റെ ആവശ്യങ്ങളൊന്നും തന്നെ ഈ ചെടിക്കില്ല. നമ്മ എന്തെങ്കിലും കടലപ്പിണ്ണാക്കിന്റെ സ്ലറിയൊക്കെ ഉണ്ടാക്കൂല, അത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ തഴച്ച് വളരണതാണ്. അപ്പൊ എല്ലാവരും ഈ പുതിനയുടെ തൈകളൊക്കെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കണം. നമുക്ക് ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്താം. നമുക്ക് അസുഖങ്ങൾ വന്നാലും നമുക്ക് ഉപയോഗിക്കാം. ചർമ്മ സംരക്ഷണത്തിന് നല്ലതാണ്, മുടിയുടെ സംരക്ഷണത്തിന് നല്ലതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണ് ഈ വിയറ്റ്നാമീസ് പുതിന. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.